ഹായ്, GM ഓൺലൈൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് ഫിസിക്സിലെ മൂന്നാമത്തെ യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. It says the relation between the direction of magnetic field, the direction of movement of conductor and the direction of induced current. The British scientist John Ambrose Fleming discovered this rule. Imagine a conductor moving perpendicular to a magnetic field. Stretch the forefinger, middle finger and the thumb in mutually perpendicular directions. If the forefinger represents the direction of the magnetic field and the thumb represents the direction of motion of the conductor, then the middle finger represents the direction of induced current. Look at the figure. ഈ കൺസെപ്റ്റ് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ളൊരു ചെറിയ ട്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. MC റോഡിലെ ട്രാഫിക് മാൻ ഫ്ലെമിംഗ് മണ്ടൻ ഫ്ലെമിംഗ് ആണ്. അതിൽ ആ യെല്ലോ ലെറ്ററിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ റൂള്. M for middle finger, C for current. Middle finger denotes the direction of current. T for thumb, M for motion. Thumb denotes the direction of motion. F for forefinger, MF for magnetic field. Forefinger denotes the direction of magnetic field. ഫ്ലെമിങ്ങിൻ്റെ വലതു കൈ നിയമം. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, ചാലകത്തിൻ്റെ ചലനദിശ, പ്രേരിത വൈദ്യുതിയുടെ ദിശ എന്നിവ സൂചിപ്പിക്കുന്ന നിയമമാണിത്. ജോൺ അംബ്രോസ് ഫ്ലെമിംഗ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഈ നിയമം ആവിഷ്കരിച്ചത്. ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നു എന്ന് കരുതുക. വലതു കൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക. ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെ സൂചിപ്പിക്കുന്നു. ചിത്രത്തിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുമല്ലോ. ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് ഡയറക്റ്റ് കറന്റ്. The current that changes direction at regular intervals of time is called AC or alternating current. A current that flows only in one direction continuously is called DC or direct current. The generator or dynamo are the devices which produces electricity continuously by the movement of a magnet or armature. Generator is the device which converts mechanical energy into electrical energy by making use of electromagnetic induction. That means generator works on the basis of electromagnetic induction and its energy changes mechanical energy into electrical energy. പ്രത്യാവർത്തിധാര വൈദ്യുതിയും നേർധാര വൈദ്യുതിയും. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തിധാര വൈദ്യുതി അഥവാ AC. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി അഥവാ DC. കാന്തമോ ആർമേച്ചറോ തുടർച്ചയായി ചലിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ അഥവാ ഡൈനാമോ. ഇവ വൈദ്യുത കാന്തിക പ്രേരണ തത്വമനുസരിച്ച് യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. AC generator. Parts of AC generator. Field magnet is there. Look at the figure. N and S are the poles. It creates magnetic flux in the generator. Then armature. This is denoted as ABCD in the figure. An arrangement of insulated conducting wire wound on a soft iron core. It is arranged in between the poles of the field magnet so as to rotate freely. Then slip rings R1 and R2. There are two metal rings in a generator which are welded with the armature coil. Then graphite brush B1 and B2. Two brushes always make contact with the slip rings. It is through brushes and slip rings induced current from armature flows to the external circuit. AC generator. AC ജനറേറ്ററിൻ്റെ ഭാഗങ്ങൾ. ഫീൽഡ് കാന്തം, ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്ന ഭാഗം. ആർമേച്ചർ, ഒരു പച്ചിരുമ്പ് കോറിൽ കവചിത ചാലക കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണം. ഇതിനെ ഒരു അക്ഷത്തെ ആധാരമാക്കി കറക്കാൻ കഴിയും. സ്ലിപ്പ് റിങ്സ്, ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണവളയങ്ങൾ. ഇവ ആർമേച്ചറിനൊപ്പം അതേ അക്ഷത്തിൽ
കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗ്രാഫൈറ്റ് ബ്രഷ്, സ്ലിപ്പ് റിങ്ങുമായി സദാ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ക്രമീകരണം. ബാഹ്യ സർക്യൂട്ടിലേക്ക് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. Working of AC generator. Using any mechanical energy, the armature is made to rotate. As it is moving through a magnetic field, a current will be induced in the armature due to electromagnetic induction. There is a figure and a table. In the figure, when armature is in rest, there is no current. Then armature rotates 90 degree, maximum current is produced. Then armature rotates again 90 degree, that means armature rotates half of its rotation or 180 degree, then current becomes 0. Then armature rotates in the opposite direction 90 degree, that means total 270 degree, current is maximum in the opposite direction. Then armature rotates its full circle, that means 360 degree rotation, the current will become 0. Period T. The time taken by the armature coil for a full rotation is called period. Frequency of AC. The one complete rotation of armature is called one cycle of AC. The number of cycles per second is called frequency of AC. The frequency of AC distributed in our country is 50 Hz. That is 50 cycles per second. That means the armature coil is to rotate 50 times per second. In AC generator, AC type current is produced in the end of armature and in the external circuit. AC ജനറേറ്ററിൻ്റെ പ്രവർത്തനം. കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന ആർമേച്ചർ കറങ്ങുമ്പോൾ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നു. ഇത് കാരണം ആർമേച്ചറിൽ വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി സ്ലിപ്പ് റിങ്സ്, ബ്രഷ് എന്നിവയിലൂടെ ബാഹ്യ സർക്യൂട്ടിലേക്ക് എത്തുന്നു. ചുവടെയുള്ള ചിത്രവും പട്ടികയും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ആർമേച്ചർ 0 ഡിഗ്രി തിരിയുമ്പോൾ അഥവാ ആർമേച്ചർ നിശ്ചലാവസ്ഥയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് 0. ആർമേച്ചർ കാൽഭാഗം തിരിയുമ്പോൾ അഥവാ 90 ഡിഗ്രി കറങ്ങുമ്പോൾ കറണ്ട് പരമാവധി. ആർമേച്ചർ 180 ഡിഗ്രി അഥവാ പകുതി കറങ്ങുമ്പോൾ വീണ്ടും കറണ്ട് 0 ഡിഗ്രി. ആർമേച്ചർ മുക്കാൽ ഭാഗം അഥവാ 270 ഡിഗ്രി കറങ്ങുമ്പോൾ വിപരീത ദിശയിൽ പരമാവധി കറണ്ട്. ആർമേച്ചർ പൂർണ്ണമായി കറങ്ങുമ്പോൾ അഥവാ 360 ഡിഗ്രി തിരിയുമ്പോൾ കറണ്ട് വീണ്ടും 0-ലെത്തുന്നു. ഇതാണ് ഒരു സൈക്കിൾ, ഇതാണ് ഒരു പരിവൃത്തി. ആർമേച്ചർ കോയിലിൻ്റെ ഒരു പൂർണ്ണ ഭ്രമണമാണ് എ സിയുടെ ഒരു പരിവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ആകെ പരിവൃത്തികളുടെ എണ്ണമാണ് ആവൃത്തി. നമ്മുടെ രാജ്യത്ത് വിതരണം ചെയ്യുന്ന എ സിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. അതായത് ആർമേച്ചർ കോയിൽ ഒരു സെക്കൻഡിൽ 50 തവണ കറങ്ങുന്നു എന്നർത്ഥം. എ സി ജനറേറ്ററിൽ ആർമേച്ചറിൻ്റെ അഗ്രങ്ങളിലും ബാഹ്യ സർക്യൂട്ടിലും എ സി രൂപത്തിലുള്ള വൈദ്യുതിയാണ് ഉണ്ടാകുന്നത്. ഇതോടെ 10ാം ക്ലാസ് ഫിസിക്സിലെ 3ാമത്തെ അധ്യായം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം, ഈ അധ്യായത്തിൻ്റെ 2ാം ഭാഗം അവസാനിച്ചിരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം GM ഓൺലൈൻ.